അതുകൊണ്ടാണ് ഹൈക്കോടതി SIT തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദഭരിതമായിരുന്നു പത്രക്കാരെല്ലാം നിങ്ങളെല്ലാം. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല. കാരണം എന്താ, മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊള്ള നടത്തുന്ന നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി, രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി, ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെപ്പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി. ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ കൺവീനർ പോയത്? അന്ന് കൺവീനറല്ല, ഇന്ന് കൺവീനർ പോയത്. അതുപോലെ തന്നെ MP എന്തിനാണ് പങ്കെടുത്തത്? ആൻ്റോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? തൃപ്രയാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവും അതിൽ ആ ഫോട്ടോയിലുണ്ട്. ഇവരെല്ലാം എന്തിനാണ് പോയത്? ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത്? ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്, ആ ഫോട്ടോ ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി പറയേണ്ടി വരും. ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? അത് ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം.